നിർണായകമായ ഒരു അധ്യായത്തെക്കുറിച്ച് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന അശോക് ടണ്ടൻ തന്റെ അടൽ സംസ്മരൺ എന്ന പുസ്തകത്തിലൂടെ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് വാജ്പേയിയെ ആ പദവിയിലേക്ക് മാറ്റാനും LK അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കാനും BJP ആലോചിച്ചിരുന്നതായി പുസ്തകം വ്യക്തമാക്കുന്നു. പാർട്ടി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം വാജ്പേയി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഒരാൾ രാഷ്ട്രപതി പദവിയിലെത്തുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമല്ലെന്നും അത് മോശം കീഴ്വഴക്കമുണ്ടാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിപക്ഷവുമായി ചർച്ച നടത്തി ഒരു പൊതുസമ്മതനെ കണ്ടെത്താനാണ് വാജ്പേയി ആഗ്രഹിച്ചത്. സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, പ്രണവ് മുഖർജി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ APJ അബ്ദുൽ കലാമിന്റെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചു. കലാമിന്റെ പേര് കേട്ടപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അമ്പരന്നെങ്കിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി. നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വാജ്പേയിയും അദ്വാനിയും തമ്മിലുള്ള ആത്മബന്ധത്തിന് വിള്ളലേറ്റില്ല. പരസ്പരം ബഹുമാനിച്ചിരുന്ന ഇരുവരും BJPയുടെ വളർച്ചയിൽ തുല്യ പങ്കുവഹിച്ചവരാണെന്ന് ടണ്ടൻ ഓർക്കുന്നു. 2001 പാർലമെന്റ് ആക്രമണ സമയത്ത് സോണിയാഗാന്ധി വാജ്പേയിയെ വിളിച്ച് സുരക്ഷ അന്വേഷിച്ച സംഭവം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് വാജ്പേയി അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു. സഹപ്രവർത്തകർക്കൊപ്പം ടെലിവിഷനിൽ സുരക്ഷാ സേനയുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, നിങ്ങൾ സുരക്ഷിതനാണോ? ഇതിന് അടൽജി മറുപടി പറഞ്ഞത്, സോണിയാജി, ഞാൻ സുരക്ഷിതനാണ്. നിങ്ങൾ പാർലമെന്റ് കെട്ടിടത്തിലുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. നിങ്ങൾ സൂക്ഷിക്കൂ. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും നേതാക്കൾ പരസ്പരം പുലർത്തിയിരുന്ന ആദരവും കരുതലും ഈ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നു.